PSC ഹോംവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC മുൻവർഷങ്ങളിൽ നടത്തിയ എക്സാംസിൽ നിന്നും സെലക്ട് ചെയ്ത ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. കേരള പോലീസിൻ്റെ ഭീകരവിരുദ്ധ സേനാ വിഭാഗം തണ്ടർബോൾട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബ്രഹ്മപുത്ര. അതിൻ്റെ നീളം 4.94 കിലോമീറ്ററാണ്. 2018 ഡിസംബർ 25 ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള ജില്ല പാലക്കാട്. കായംകുളം താപനിലയത്തിലെ ഇന്ധനം നാഫ്ത. കേരളത്തിൽ ആദ്യം ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തെ ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സംസ്ഥാനമായി രാഷ്ട്രപതി പ്രണബ് മുഖർജി പ്രഖ്യാപിച്ചത് എന്ന്? 2016 ഫെബ്രുവരി 27. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു? നെല്ലിക്കാമ്പട്ടി. കേരളത്തിലെ ആദ്യ ശില്പനഗരം കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പ്രതിമ നഗരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ചുമർ ചിത്ര നഗരം കോട്ടയം. കേരളത്തിലെ ആദ്യ അവയവദാന അല്ലെങ്കിൽ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ രക്തദാന ഗ്രാമം മടിക്കൈ കാസർഗോട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല കണ്ണൂർ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട എറണാകുളം. മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി വർഷ. എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള കേരള സർക്കാർ പദ്ധതി ആയുർദളം. ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നേടിയ കേരള സർക്കാർ പദ്ധതി എൻ്റെ മരം. ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഋഗ്വേദം. ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി കേരള സർക്കാരിൻ്റെ ശുദ്ധജല വിതരണ പദ്ധതി ജലനിധി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി എറണാകുളം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണ്? നോർവേ. ഇന്ത്യയെ 16 തവണ ആക്രമിച്ച മുസ്ലിം രാജാവ് മുഹമ്മദ് ഗസ്നി. മുസ്ലിം ലീഗ് സ്ഥാപകൻ നവാബ് സലിം മുല്ല ഖാൻ. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ആഫ്രിക്ക. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനിൻസൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയായ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ബംഗാരി മാതായ്. ചന്ദ്രഗുപ്തൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്. അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഗദ്ദിക കേരളത്തിലെ ഏത് ജില്ലയിലെ കലാരൂപമാണ്? വയനാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകൻ AO ഹ്യൂം. മയൂരസിംഹാസനം നിർമ്മിച്ച ചക്രവർത്തി ഷാജഹാൻ. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി വർഗീസ് കുര്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ള. രവീന്ദ്രനാഥ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യയെ ആക്രമിച്ച മാസിഡോണിയൻ ചക്രവർത്തി
അലക്സാണ്ടർ. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യൻ. മൗര്യവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ. ജസിയ എന്ന കരം നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി അക്ബർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനയിതാവ് ഫ്രാങ്ക്ലിൻ ടി റൂസ്വെൽറ്റ്. കോശങ്ങളിലെ പവർ ഹൗസുകൾ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഇന്ത്യയിൽ തീവണ്ടി നടപ്പിലാക്കിയ വൈസ്രോയി ഡൽഹൌസി. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. മൊണാലിസയുടെ ശില്പി ലിയനാർഡോ ഡാവിഞ്ചി. ആദ്യത്തെ വിമാനസഞ്ചാരികൾ റൈറ്റ് സഹോദരന്മാർ. റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവത്തിൻ്റെ നേതാവ് ലെനിൻ. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് ജയപ്രകാശ് നാരായണൻ. UN ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി ചാണക്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണജലപ്രവാഹം ഗൾഫ് സ്ട്രീം. ചൈനയിൽ ദീർഘകാലം രാജ്യം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ സേതോങ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. നോബൽ സമ്മാനം സ്ഥാപിച്ചത് ആൽഫ്രഡ് നോബൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച അയർലൻഡുകാരി ആനി ബെസന്റ്. ആദ്യത്തെ സ്വാതി പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഭാരതീയൻ രാജാറാം മോഹൻ റോയ്. സംസ്കൃതം സംസാര ഭാഷയായി ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം മാറ്റൂർ, അത് കർണാടകയിലാണ്. ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തി LK അദ്വാനി. UN ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് ഭാരത് രത്ന. കേരളത്തിൻ്റെ വ്യാപാര തലസ്ഥാനം കൊച്ചി. ലോക കമ്മ്യൂണിസത്തിൻ്റെ തത്വശാസ്ത്ര ഗ്രന്ഥം ദസ് ക്യാപിറ്റൽ. രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം വീർഭൂമി. കുമാരനാശാൻ്റെ ജനനസ്ഥലം തോന്നിക്കൽ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ കറൻസി യൂറോ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻ പട്ടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ വിശ്വനാഥൻ ആനന്ദ്. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത എലിനോർ ഓസ്ട്രം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ആകെ ദ്വീപുകൾ 32. ഇന്ത്യയിൽ ദലൈലാമയുടെ ആസ്ഥാനം ധർമ്മശാല. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേയറ്റം പിഗ്മാലിയൻ പോയിൻ്റ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം നിർവാചൻ സദൻ ഡൽഹി. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ഡിംപിൾ യാദവ്. കേരളത്തിൽ നിത്യ ഉത്സവങ്ങളുടെ ക്ഷേത്രനഗരിയായി അറിയപ്പെടുന്നത് ഗുരുവായൂർ. മൊസൈക് ഗോൾഡ് എന്നറിയപ്പെടുന്ന സംയുക്തം സ്റ്റാനസ് സൾഫൈഡ്. അഗ്നി മിസൈലിന് രൂപം കൊടുത്ത പ്രധാന ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. സവർണജാഥ നടത്തിയത് ആര്? മന്നത്ത് പത്മനാഭൻ. ലോകത്തിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ വ്യാപാര ഉടമ്പടി ഗാട്ട് ഉടമ്പടി. ലോകസുന്ദരിപ്പട്ടം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത മിസ് റീത്ത ഫാരിയ. ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല പാരീസ്. സൂര്യനെ ലക്ഷ്യമാക്കി കുതിക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ വാഹനം ഗലീലിയോ. കർണാടകത്തിലെ ആണവ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം കൈഗ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്. ഏറ്റവും റേഡിയോ ആക്റ്റീവ് ആയ വസ്തു പ്ലൂട്ടോണിയം 239.
സമാധാനത്തിൻ്റെ നഗരം എന്ന് പറയപ്പെടുന്ന പട്ടണം ഹിരോഷിമ. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗം സിവാലിക്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയം. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം. കേരള സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. ഗാന്ധി ഫിലിമിൻ്റെ സംവിധായകൻ സർ റിച്ചാർഡ് ആറ്റൻബറോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ന്യൂയോർക്കിലെ ആസ്ഥാനം മാൻഹട്ടൻ. കേരളത്തിലെ ഗവർണറായ ആദ്യത്തെ വനിത ശ്രീമതി ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മട്ടാഞ്ചേരി ഇംഗ്ലീഷ് സ്കൂൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരള ചരിത്രത്തിലെ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം സംഘകാലം. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം തിരുവഞ്ചിക്കുളം. സംഘകാലത്തെ പ്രധാന സാഹിത്യകൃതികൾ ചിലപ്പതികാരം, തിരുക്കുറൾ. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. കേരളത്തിലെ ആദ്യത്തെ യഹൂദപ്പള്ളി മട്ടാഞ്ചേരി പള്ളി. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ചുണ്ണാമ്പ് കല്ല് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന് 1956 നവംബർ 1. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ നദികളുടെ എണ്ണം 44.